പേടിക്കണ്ട. അതെ, പോകരുത്, നിങ്ങൾ പോകരുത്. സാരമില്ല ശങ്കര, ഇപ്പൊ തന്നെ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് നിന്റെ അമ്മയും കൂട്ടി നാളെ പുലർച്ചയ്ക്ക് തന്നെ ഞങ്ങളിലേക്ക് എത്താം. നീ പേടിക്കണ്ടെന്നേ, കാവലിന് ഇവിടെ ആളില്ലേ. നമുക്ക് പോവാം. സാറേ, എന്താ വേണ്ടത്? ഭക്ഷണം വാങ്ങി തരാനൊന്നും പറ്റില്ല. ഇവിടെ ഹോട്ടലൊന്നുമില്ല. വെള്ളം വേണം. ഒന്നും വേണ്ട. എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ട് വരുമ്പോ ഈ വക പുലിവാലൊന്നും കരുതിയില്ലല്ലേ? ഞാൻ പറയുന്നത് സാറെങ്കിലും ഒന്ന് വിശ്വസിക്കണം. സത്യമായിട്ട് ഞാൻ ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുവന്നതല്ല. വഴിയിൽ ഒരു കൊച്ചു കുട്ടി ഇരുന്ന് കരയുന്നത് കണ്ട് പാവം തോന്നിയിട്ട് ഞാൻ അതിനെ സൈക്കിളിൽ കയറ്റിക്കൊണ്ടുവന്നു. കുറച്ചു ദൂരം കഴിഞ്ഞ് ആ പടിഞ്ഞാറെ കയറ്റം കയറുമ്പോഴാ പിന്നില് ഭയങ്കര കനം തോന്നിയത്. കയറ്റം അവസാനിച്ച് തിരിഞ്ഞു നോക്കിയപ്പോ ഈ പെണ്ണിനെ കണ്ടത്. സത്യമാ സാറേ ഞാൻ ഈ പറയുന്നത്. എന്താ തന്റെ പേര്? ശങ്കരൻ. ശങ്കരൻ കള്ളു കുടിക്കാറുണ്ടോ? ഇല്ല സാർ, ഞാൻ ഇതുവരെ അങ്ങനെയുള്ളതൊന്നും കഴിച്ചിട്ടില്ല. പുകവലിക്കാറുണ്ടോ? ഇല്ല. വെറും പുകയല്ല, ഈ കഞ്ചാവ് മാതിരി? ഇല്ല. കാശ് ചെലവായാലോ എന്ന് വിചാരിച്ച് ഞാൻ ചായ കാപ്പി പോലും കുടിക്കാറില്ല. അങ്ങനെ ചെലവാക്കാനുള്ള കാശൊന്നും എനിക്കില്ല. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും 4 പെങ്ങന്മാരും. 2 എണ്ണത്തിനെ കെട്ടിച്ചു വിട്ടു. ഇനി 2 പേരും കൂടിയുണ്ട്. ഒരു പെങ്ങൾ അടുത്ത ആഴ്ച പ്രസവത്തിനായിട്ട് വരും. ഇത്രയും പ്രാരാബ്ധങ്ങളുള്ള ഞാൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരുമെന്ന് സാർ വിചാരിക്കുന്നുണ്ടോ? ശങ്കരൻ നാളെ ഇതല്ലേ എസ് ഐ സാറിനോട് പറയും. അങ്ങേര് നല്ല മനുഷ്യന്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ശരി, താനെന്തിനെ ഇതിനെ കൂട്ടി ഇങ്ങോട്ട് വന്നത്? അയ്യോ, ഞാൻ കൂട്ടിട്ട് വന്നല്ലേ. പോയി നാളെ വന്നാ മതിയായിരുന്നില്ലേ? സാറേ, ഈ പെണ്ണ് ശരിയായ പെണ്ണല്ല. ഇവള് യക്ഷയാ. ഇവക്ക് എന്റെ വീട്ടിലേക്ക് വരണമെന്ന വിചാരം. അവിടെ പ്രസവിക്കാനായ എന്റെ പെങ്ങളും പ്രായം തികഞ്ഞ 2 പെൺകുട്ടികളും ഉണ്ട്. അവിടെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപകടമാവുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. എടോ, ഈ കാലത്ത് എന്ത് രക്ഷീപ്രിയതു? ആ പെണ്ണിനെ സാധാരണ മനുഷ്യപോലെ ലോക്കപ്പിലിട്ട് പൂട്ടിയില്ലേ? താൻ വെറുതെ പേടിക്കണ്ട, പോയി ഉറങ്ങാൻ പോക്ക്. ഞാൻ ഈ ഉമ്മറത്തന്നെ ഉണ്ടാവും. മാധവ, നമ്മളൊരു മണ്ടത്തരവാ ചെയ്തെന്ന് എന്റെ മനസ്സ് പറയണം. അതന്നെയാ മകേട്ടാ ഞാനും ആലോചിക്കുന്നത്. എന്തായാലും തുരുത്തുമ്മല് പോയി അവന്റെ അമ്മയോട് പെങ്ങളോട് വിവരം പറയണം. താനെങ്കിലും അവിടെ നിൽക്കായിരുന്നു. ആ ശങ്കരൻ നല്ലോണം പേടിച്ച മാതിരി. ഇനി തിരിച്ചു പോകാനൊന്നും പറ്റില്ല. വഴി കുറെ ദൂരം പോണം.